ആൺകുട്ടികൾ ജനിക്കുമ്പോഴേ ആഗ്രഹിക്കുന്ന കല്യാണം കഴിക്കണമെന്നാ ആഗ്രഹം, ഒരു കല്യാണം കഴിക്കും, കുട്ടികൾ, അതൊക്കെയാണ് അവരുടെ. അങ്ങനെ അവരുടെ ഡ്രീമിൽ എപ്പോഴും ഒരു ഫാമിലി ഉണ്ട്. അപ്പൊ ആ ഫാമിലിനെ വിട്ടിട്ടാണ് ഈ പ്രവാസ ലോകത്ത് വർഷങ്ങളോളം, അതായത് ചെറിയ പ്രായം മുതലേ അവരിവിടെ വരുന്നതിൽ ഇവിടുത്തെ ചാലഞ്ചസോ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും അറിയാൻ ലോകത്തിൽ ആരും ഇല്ല. ഇപ്പൊ അവരൊന്ന് നാട്ടിലോട്ടൊന്ന് വിളിച്ചിട്ട് അവരുടെ വിഷമങ്ങളൊന്ന് പറഞ്ഞേ, അമ്മയോടോ അച്ഛനോടോ ഈ പറയുന്ന ഏറ്റവും സ്നേഹിക്കുന്ന ആളുകളോട് പറഞ്ഞേ, അവരാദ്യം പറയുക സാരമില്ല, ഇങ്ങനെയാണല്ലോ, എല്ലാവരും ഇങ്ങനെയല്ലേ, ഒക്കെയല്ലേ വീട് വെച്ച് നോക്കി. അവരുടെ മോൻ 2 കാറ് മേടിച്ച കഥ പറയാൻ തുടങ്ങും, വീട് വെച്ച കഥ പറയാൻ തുടങ്ങും, വസ്തു മേടിച്ച കഥ പറയാൻ തുടങ്ങും. കോള് ഡിസ്കണക്ട് ചെയ്യുമ്പോഴും അവൻ ഒരിക്കലും അവനിലോട്ട് റിഫ്ലക്ട് ചെയ്യത്തില്ല അല്ലെ. ആ പുരുഷന്റെ മനസ്സിൽ എപ്പോഴും എനിക്കും എൻ്റെ അമ്മേനെ അച്ഛനെ ഇങ്ങനെ നോക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യനെയും കുട്ടികളെ ഇങ്ങനെ നോക്കണം, എനിക്കും ഹാർഡ് വർക്ക് ചെയ്യണം, ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ല. ചിലപ്പോൾ അവൻ്റെ എല്ലാ വിഷമങ്ങളും അവനങ്ങ് മാറ്റി വെക്കും. പക്ഷെ അത് മാറ്റി വെക്കുന്നതല്ല, അത് അവിടെ തന്നെ കിടപ്പുണ്ടാവും. ജോലിയുടെ സമയമാകുന്നതിന് ഒരു 10-15 മിനിറ്റ് മുമ്പായിരിക്കും എഴുന്നേക്കുക, റഷ്യയും ഓടും, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലായി ഇല്ലേലായി, ഉച്ചയ്ക്കും വല്ലതും കഴിച്ചാലായി ഇല്ലേലായി, തിരിച്ചു വൈകുന്നേരം വരെ ജോലിയും കഴിഞ്ഞിട്ട്, ജോലി സ്ഥലം അറിയാം. നമുക്കിപ്പോൾ പണ്ടത്തെ കാലത്തെന്ന് പറയുമ്പോൾ അത്രയും കോമ്പറ്റേറ്റീവ് വേൾഡ് അല്ലായിരുന്നു. നമ്മളിപ്പോൾ ഒരു പ്രവാസ ലോകത്ത് എന്ന് പറയുമ്പോൾ കുറച്ച് പേര് ഗൾഫിലോട്ട് വരും. ഇപ്പോൾ നമ്മുടെ UAE പോലുള്ള കൺട്രിയിൽ ഇത്രയും ചേഞ്ചസ് വന്ന ഒരു രാജ്യമാണ് ഇപ്പം, അത്രയും ഗ്രോത്ത് വന്ന ഒരു രാജ്യമാണ്. ഹോൾ വേൾഡ് ഇപ്പോൾ UAE അത് അമേരിക്കയും തൊട്ട് ബ്രിട്ടനെയും തൊട്ട് റഷ്യയും തൊട്ട് എല്ലാ ഭാഗത്തു നിന്നും ഈ ലോകത്തിലെ ആളുകൾ UAE ഇപ്പോൾ സെറ്റിൽ ആകാൻ ആഗ്രഹിച്ചിരിക്കുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇവിടെ കോമ്പറ്റീഷൻ അതേപോലെ കൂടി, കോമ്പറ്റേറ്റീവ് വേൾഡായി. ഇവിടെ പിടിച്ചു നിൽക്കാന്ന് പറഞ്ഞാൽ നല്ല ഡിഫിക്കൽട്ടാണ്. അത്രയും സ്കിൽഡ് ആയിട്ടുള്ളതും ആ കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റ് ഉള്ള ഒരാളല്ലാതെ ഇവിടെ പിടിച്ചൊക്കെ നടക്കില്ല. അപ്പോൾ ഇവരുടെ ചാലഞ്ചസ് ഒക്കെ എന്താ, വീട്ടുകാർ ഫ്ലൈറ്റ് കയറുന്നവരുടെ കഴിഞ്ഞു. അവരെ സംബന്ധിച്ച് എൻ്റെ മോന് ഗൾഫിലാണ്, അതുകൊണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ട് തീർന്നു. ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ വന്നാലും മോനുണ്ടല്ലോ, മോൻ ഗൾഫിലല്ലേ, നാട്ടുകാരും പറയുന്ന ഏതായിരിക്കും, മോനുണ്ടല്ലോ അവിടെ, മോനോട് ചോദിക്ക്. അല്ലെങ്കിൽ വീട്ടിലൊരു കല്യാണം പെങ്ങളുടെയൊക്കെ നടന്നാലും അവരും പറയുന്നത് എന്താ, ആങ്ങളെ ചിക്കൻ ഗൾഫിലാ. അതോടെ തീർന്നു. കാരണം അവിടുന്ന് കിട്ടും എന്നുള്ളതിന്റെ തെളിവായി. ആ കുട്ടി ഇവിടെ എങ്ങനെയാ സ്ട്രഗിൾ ചെയ്യുന്നതെന്നുള്ളത് ആരും ചോദിക്കാനോ പറയാനോ ഈ വീട്ടുകാരുൾപ്പെടെ ഉണ്ടാവത്തില്ല. അത് കേൾക്കാൻ ആർക്കും താല്പര്യമില്ല. അവന്റെ വിഷമങ്ങളും കേൾക്കാൻ താല്പര്യമില്ല, അവന്റെ ഹെൽത്ത് ഇഷ്യൂസും കേൾക്കാൻ താല്പര്യമില്ല. ആ സ്ട്രഗിൾ ഇങ്ങനെ പോവാണ്. ഇവിടെ എവിടെയാണ് ക്വാളിറ്റി ഓഫ് ലൈഫ്? അവന് ഒരിക്കലും ഉണ്ടാകുന്നില്ല ക്വാളിറ്റി ഓഫ് ലൈഫ്. ആ ഫാമിലിയിൽ നിന്ന് മാറി നിൽക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞത് അവന്റെ കടങ്ങളോ ബുദ്ധിമുട്ടുകളോ അവന്റെ ബാധ്യതകളോ ഒരിക്കലും തീരത്തില്ല. നാട്ടിൽ പോയി എല്ലാവരെയും ഒന്ന് കണ്ട് ചിരിച്ചു വരുന്നു. അപ്പം ഇവരെപ്പോഴാണ് റിലാക്സ് ചെയ്യുന്നത്? ഇവരുടെ എല്ലാ ഇമോഷൻസിനെ ഇവർ കൺട്രോൾ ചെയ്ത്, അതൊരിക്കലും ലൈഫ് ആവുന്നില്ലല്ലോ. ഒരു ലൈഫല്ല. അവർ സത്യം പറഞ്ഞാൽ സാക്രിഫൈ ചെയ്യുക.